വെൽക്കം ബാക്ക് ടു വെജ് വാലറ്റ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ മാർച്ച് 1 നാളെ തൊട്ടിട്ട് മാർച്ച് 1 നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ 30 ദിവസം, അല്ല 30 ദിവസം ഇല്ല, 29 ദിവസം നമുക്കിനി എക്സാമിനുള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയെന്ന് അറിയുന്നുണ്ട്. പക്ഷേ കുറേ പേര് ഇപ്പോഴും പഠിക്കണം എന്നുണ്ട്, പക്ഷേ പഠിക്കാൻ എവിടുന്ന് തുടങ്ങണം എന്നറിയാത്ത കുട്ടികളുണ്ട്. ഇപ്പോഴും പഠിക്കാൻ മടിയാവുന്നത്, അതായത് കുറേ ഉണ്ടല്ലോ, എവിടുന്ന് തുടങ്ങും, പഠിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഓരോ +2 സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് എങ്ങനെയാവണം, ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ എന്നുള്ള മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുകയാണ്. ഇപ്പോൾ പലരും വിചാരിക്കുന്നില്ലെങ്കിൽ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ് ബാക്കിയുള്ളവരെ പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യുക. അതായത് പലരും ഇപ്പോൾ പാസ്സാവാത്തൊരു കുട്ടികളുണ്ടാവും, ഫെയിലായ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സായ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്രാവശ്യം താങ്ങില്ല, കാരണം നോൺ ഫോക്കസ് ഏരിയ ഉണ്ട്, ഫോക്കസ് ഏരിയ ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ ഇങ്ങനെ ഡിപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും പാസ്സാവുമോ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ലേ, A+ കിട്ടില്ലേ. നിങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അവിടെ തന്നെ ആ കുഴിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് ഉയർന്നു വരിക. നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നതോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ മാസം മതി നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ദേശിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, ഉറപ്പായിട്ടും എത്താൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് ആയില്ലേ എന്ന് വിചാരിക്കല്ല വേണ്ടത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നാൽ, അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതേ പ്രകാരം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പലരും പറയും 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിയാൽ മതി, 10ാം ക്ലാസ്സിലെ മാർക്കാണ് ഭാവി എന്ന്. പക്ഷേ 10നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് +2 എന്ന് പറഞ്ഞത്. കാരണം +2 ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് എന്താവണോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവണോ എന്ന് തീരുമാനിക്കുന്നതാണ് +2. പല കുട്ടികളും +2ലെ മാർക്സ് ഇല്ലാത്തത് കൊണ്ട് സാധാ പാരലൽ കോളേജുകളിലും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച ഡ്രീംസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റാതാവും. അപ്പോൾ +2ൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ ടൈമും നിങ്ങൾക്ക് ആ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കുറ്റബോധം തോന്നും, ശരിക്കും പഠിക്കായിരുന്നു നിങ്ങൾക്ക് തോന്നും. സീറ്റിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സീറ്റ് കിട്ടാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഇനിയൊരു മാസം, ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇനിയുള്ള മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും എക്സാമിന് തലേ ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം ആ ഒരു തലേ ദിവസത്തെ പഠിത്തം നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനിയുള്ള ഒരു മാസം പ്രോപ്പറായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഫെയിലായ കുട്ടികൾക്കും ചിന്ത ഉണ്ടാവും, എനിക്ക് പറ്റില്ലെന്ന്. പറ്റും. ഞാൻ തന്നെ എത്രയോ ഫെയിലായ കുട്ടികൾ, അത് +1 ഫെയിലായിട്ടുള്ള കുറേ കുട്ടികൾ നമ്മളടുത്ത് വരാറുണ്ട്. +1 ഫെയിലായി, എങ്ങനെയും പാസ്സാവണം എന്നുള്ള ആഗ്രഹത്തോടെ. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡബിൾ പാസ് വാങ്ങിയിട്ട്, +1 അത്രയും കുറവ് മാർക്ക് വാങ്ങിയിട്ടും +2 ആ ഒരു മാസത്തെ പഠനം കൊണ്ട് ഡബിൾ പാസ് വാങ്ങിയ കുട്ടികളുണ്ട്, അതിനേക്കാൾ മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇഫ് യു ആർ വർക്കിംഗ് ഓൺ സംതിങ് ദാറ്റ് യു റിയലി കെയർ അബൌട്ട്, യു ഡോണ്ട് ഹാവ് ടു ബി പുഷ്, ദ വിഷൻ പുൾസ് യു. നിങ്ങൾ ആരെയും ഇനി നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ ഒരാളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ, അച്ഛൻ, പാരൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ്, നിങ്ങൾ ട്യൂഷൻ ടീച്ചർ, നിങ്ങൾ ഓൺലൈൻ ടീച്ചേഴ്സ് ഒന്നും നിങ്ങളങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കുമെന്ന് പറയേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ട്, നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് അങ്ങനെ ആവണം എന്ന് നിങ്ങൾക്ക് റിയലി ഒരു കെയർ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഡ്രീം, ആ ഒരു വിഷൻ നിങ്ങളെ പുള്ള് ചെയ്യും എന്നാണ് പറയുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട്സാണിത്. നിങ്ങൾക്ക് എന്താവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിയിലേക്ക് കയറണം, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വില്ലുണ്ടെങ്കിൽ നിങ്ങളെ ഒരാളും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി വരില്ല, നിങ്ങൾ എവിടെ ഡിസ്ട്രാക്ട് ചെയ്ത് പോവില്ല, നിങ്ങൾ എവിടെ അഡിക്റ്റ് ആവില്ല. നിങ്ങൾ പഠനത്തിൽ തന്നെ ആയിരിക്കും ഇനിയുള്ളൊരു മാസം. അപ്പോൾ ഒരാളും നിങ്ങളെ പുഷ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഞാൻ എന്താവണം, ഞാൻ എങ്ങനെ പഠിക്കണം, എനിക്ക് എങ്ങനെ പഠിച്ചാൽ. നിങ്ങളെ കുറവുകൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങൾ ആ കുറവുകളൊക്കെ നികത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യല്ല. ഇനി ഈ ഒരു മാസം എല്ലാവരും സ്ട്രോങ് ആയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഏതൊക്കെ സമയമാണ് നിങ്ങൾ ഫ്രീ ആവുന്നത്, ആ സമയം നിങ്ങൾക്കറിയാലോ, ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുക. അതൊക്കെ നോക്കി നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, സമയം ഫിക്സ് ചെയ്യുക, ഒരു ടൈം ടേബിളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങളെ ഫോക്കസ്, ഇനിയുള്ള ഒരു മാസത്തെ ഫോക്കസ് നിങ്ങൾ പഠനത്തിലായിരിക്കണം. സോ യു ഷുഡ് ഇൻക്രീസ് യുവർ ഫോക്കസ് ആൻഡ് യു ഷുഡ് ബി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഈ ഒരു മാസം പ്രൊഡക്റ്റീവ് ആവാമെന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നിങ്ങൾ ബാക്കിയുള്ളതിലൊന്നും സമയം ചിലവഴിക്കാതെ പഠനത്തിൽ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ കുറവുകളെ നിങ്ങൾ മാറ്റി അകറ്റി
മാറ്റി നിർത്തുക. ബാക്കി ഒരാൾ നിങ്ങളെ പുഷ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തുക. ഇനിയുള്ളൊരു മാസം നിങ്ങൾ സ്വയം ചാലഞ്ച് ചെയ്യുക. എനിക്ക് പറ്റും, എൻ്റെ കുറവുകളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ദിവസം ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഓരോ ടാസ്കും ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ഞാൻ ഇന്നത്തെ ദിവസം പഠിക്കണം, ഏതൊക്കെ സമയം പഠിക്കണം, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ഓരോ ടാസ്കുകൾ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ നിങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്ന് ടൈം ഫിക്സ് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾ ഓരോ ദിവസം പോകുന്നതോറും ബെറ്റർ ആയിട്ട് വരും. ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം ഒന്നും കൂടി ബെറ്റർ ആവും. അങ്ങനെ സമയമൊക്കെ ഫിക്സ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റ് നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക പഠനത്തിലേക്ക് വേണ്ടിയിട്ട്. ഇതിനൊരു മാസം ഞാൻ പഠിക്കും, അങ്ങനെ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കത് എന്തായാലും നേടിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസത്തെ പഠിത്തം കൊണ്ട് ഒന്നും ആവില്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഇനിയുള്ള ഒരു മാസം നാളെ തൊട്ട് തുടങ്ങാം. ഇനിയും തുടങ്ങാത്തവർ തുടങ്ങുക, അതല്ല കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പഠനം കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുക, നോട്ട് ചെയ്ത് വെക്കുക, നല്ല പ്രോപ്പറായിട്ട് പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. വെറുതെ കുറേ കാണാതെ ഇങ്ങനെ പഠിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുക. ഒപ്പം സ്മാർട്ട് വർക്കും കൂടി നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാർച്ച് 1 മുതൽ എക്സാമിൻ്റെ ദിവസങ്ങളാണ് നമുക്ക് പറയാം അല്ലേ. എക്സാം റിവിഷൻ്റെ സമയങ്ങളാണ്, പഠനത്തിൻ്റെ സമയങ്ങളാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നാളെ തൊട്ടിട്ട്, പക്ഷേ ഒരു ദിവസത്തെ ടൈം ടേബിൾ പറയുന്നുള്ളൂ, എല്ലാ ദിവസവും പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ മാർച്ച് 1 തൊട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങൾക്ക് ഗ്യാപ്പുള്ള ദിവസം, നമുക്ക് നാളെ ലീവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീവുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇതുപോലെ ഒരു 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 സെക്ഷൻസ് ആക്കി തിരിക്കുക. എപ്പോഴും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഒരു 30 ദിവസമല്ലേ ഉള്ളൂ, അതൊക്കെ ഇതാ പറഞ്ഞ പോലെ പോവും. ഈ 30 ദിവസങ്ങൾ നിങ്ങൾ എന്നും കുറച്ച് നേരത്തെ എണീക്കുക. ഞാനിവിടെ 6 മണിന്ന് ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്കൊരു 5 മണിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീക്കുക, 4 മണിയാണെങ്കിൽ 4 മണിക്ക് എണീക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുക. ഒരു 2 മണിക്കൂർ കൊടുക്കുക. അതിൽ 1 മണിക്കൂർ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ 1 മണിക്കൂർ അതിന് കൊടുക്കുക. അത് നോട്ട് എഴുതാനും അത് ക്ലാസ് കേൾക്കാനൊക്കെ 1 മണിക്കൂർ അത് പഠിക്കുക. അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾ 2 മണിക്കൂർ കൊടുത്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കാൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക്, ഇപ്പോൾ ലീവുള്ള ദിവസമാണെങ്കിൽ ഒരു 10 മണിക്ക് ഇരിക്കുക, 12 മണി വരെ വേറൊരു സബ്ജക്റ്റിൽ വേറൊരു ചാപ്റ്റർ പഠിക്കുക. വേറൊരു ചാപ്റ്റർ പഠിക്കുക, ഒരു ടോപ്പിക്കിൽ വേറൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് നിങ്ങൾ അവിടെ എണീറ്റാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഇരിക്കുക, ഹാലോ ആൽക്കീൻസ്. ഇതുപോലെ ഞാനൊരു ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തത് മാത്രം, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സൊക്കെ നോക്കി അതൊക്കെ ആദ്യം പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ സമാധാനം ഉണ്ടാവും, ആ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് അറിയാം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 5 മണിക്ക് ഒരു 6:30 വരെ ഒരു 1.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി ടഫൊക്കെ ആണെങ്കിൽ അതിന് കൊടുക്കുക. അതുകൊണ്ട് നൈറ്റ് ഒരു 2 മണിക്കൂർ ഇതുപോലെ ഫിസിക്സ് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസം ഒരു 3-4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകണം. കവർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് കവർ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി. ഇനിയുള്ള ദിവസം അങ്ങനെ നിങ്ങൾ പഠിക്കുക. പക്ഷേ എന്ത് ചെയ്യരുത്, ഫുള്ള് ഉറങ്ങാതെ ഇതന്നെ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വേറെ അസുഖമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഒരു മാക്സിമം 6 മണിക്ക് 5 മണിക്ക് കഴിക്കുന്ന കുട്ടികളാണ് നൈറ്റ് മാക്സിമം ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും ഉറങ്ങാൻ നോക്കുക. അതിനുള്ളിൽ ആ അത്രയും സമയം നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും പറയുന്നത് കേട്ട് ഡിപ്രസ്ഡ് ആയി പഠിക്കാതിരിക്കരുത്. ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഞാൻ അങ്ങനെ പഠിച്ച ഒരാൾ തന്നെയാണ്. +2 അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ആർക്കെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പലതും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഒപ്പം നമ്മളെ കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോഴും തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ കംപ്ലീറ്റ് ഈ 30 ദിവസം നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും മെയിൻ ടോപ്പിക്സുകളായിട്ടും പഠിക്കേണ്ട പ്രധാന ചോദ്യങ്ങളായിട്ടൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. 2-3 വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്തായാലും ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.